ഹലോ ഗേയ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. അതെ, ഞാൻ നേരത്തെ ട്രിവാൻഡ്രത്തുണ്ട്. ഓൻ്റെ ഇപ്പൊ ട്രിവാൻഡ്രത്ത് വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലാണുള്ളത്. എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം നമുക്ക് ഇന്ന് കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാനുണ്ട്. അതാ ഇന്ന് ദിവസം മൊത്തം, ഇന്നത്തെ ദിവസം ഫുള്ള് പരിപാടിയാണ്. ഇവക്ക് കറങ്ങാല്ല ബാങ്കിൽ പോവാനും ഡ്രസ് എടുക്കാൻ പോവാനും കണ്ണൂരിന്ന് വന്നു ഞാൻ. അതാണ് ഒരു അനിയന്റെ സ്നേഹം. അതൊന്നല്ല, ഇവിടെ പറഞ്ഞില്ല. ഇവിടെ വന്നിട്ടാണ് പറയുന്നത്. പറഞ്ഞുള്ളൂ, ചതിയായിരുന്നു. അല്ല, ഫോണല്ലോ എടാ, ചുമ്മാ ഒന്ന് വീട്ടിനകത്ത് ഇരിക്കണേക്കാളും ഇപ്പൊ കൂടെ. പിന്നെ ഞാൻ വാങ്ങി തരും. പിന്നെ നമ്മൾ ചുമ്മാ ബുള്ളറ്റിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ ഞാൻ പോയി റെഡി ആയിട്ട് വരാം. ഇവൻ റെഡി ആയിട്ടിരിക്കാണ്. റെഡി ആയിട്ട് വന്നിട്ട് ഞാൻ കുളിച്ചില്ല. അപ്പം അവളങ്ങനെ കുളിക്കാൻ പോയി റെഡി ആയിട്ട് കുറച്ച് സമയം എടുക്കുന്നതായിരുന്നു. ഇത് രാവിലെ തന്നെ ഇത് പൊടി തട്ടി ഷർട്ടാക്കി എടുത്തു. ഷർട്ട് ഉണ്ടായിട്ടില്ല, കുറച്ച് വേണ്ടേ. ഇത് അപ്പൂൻ്റെ ഓൻ്റെ വണ്ടിയാണ്, നോക്കാനില്ല. അപ്പം അങ്ങനെ ഈ സാധനം ഷർട്ടാക്കി നമ്മൾ ഇതിലാണ് പോകുന്നത് തന്നെ. പോയില്ലടാ നീ കുളിക്കാൻ? ഓക്കെ. സംഭവം ഇവക്ക് 2 വീടൊക്കെ ഉണ്ട്. ഒന്ന് ഈ വീടും പിന്നെ രാവണക്കോട്ടയും. ഇപ്പൊ രാവണക്കോട്ടയിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. ഈ വീട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്റെ ഫേവറേറ്റ് ആ വീടാണ്. അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. ഇവിടെ വീട്ടിൽ കയറ്റില്ല, അതാണ് വേറെ ഹൈലൈറ്റ്. പിന്നെ രാവിലെ ട്രെയിൻ മാറിയില്ല, സ്റ്റോപ്പ് മാറി. അത് ഈ ഉറങ്ങിപ്പോയിട്ടല്ല സംഭവം വെച്ചാല് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് വെച്ച് ചെറുങ്ങനെ കണ്ണടച്ചു, ഉറങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ. എന്നിട്ട് ഓൻ എന്നോട് വിളിച്ച് പറഞ്ഞ എന്താന്ന് അറിയോ, ഓന് ആപ്പ് വർക്കായില്ലാന്ന്. അപ്പൊ സ്റ്റോപ്പ് പറഞ്ഞില്ല, സംഭവം ആ സമയത്ത് എടുത്തപ്പം ആപ്പ് ശരിക്കും വർക്കായില്ല. വേറെ സത്യം പറയാറോട്ടോ, അല്ലാണ്ട് ആവശ്യമില്ലാത്തൊന്നും പറയില്ല. അപ്പൊ ഇതാണ് എന്റെ രാവണക്കോട്ടയിൽ പോകുന്ന വഴി. കുറച്ച് നടക്കണ്ടല്ലേ, പക്ഷെ കുറച്ച് പ്രകൃതി മനോഹരാണെന്ന് തോന്നുന്നു. എന്റെ സ്ഥലം എന്ന് പറയുന്നത് പ്രകൃതി രമണീയായിട്ടുള്ള സ്ഥലമാണ്. രമണീയോ? ജാനമ്മക്ക് വയസ്സായിട്ടുണ്ടാവും, പറയുന്ന തന്നെ അറിയാം. എനിക്കും 90 കുറക്കുന്നു. ഇപ്പോൾ തന്നെ കണ്ട തമന്നയുടെ ഒരു വയസ്സായ രൂപമാണ്. ആ കൊച്ചിലെങ്ങനെ ഇരുന്നെന്ന് ആലോചിക്കും. ഞാൻ വെച്ച് സെറ്റാക്കാം. എനക്ക് സെറ്റാക്കാം, പറ്റിയ ആളാ. രാവണക്കോട്ട തുറക്ക്. കണ്ട ഇതിനെ പോലെ കുഴിമടിച്ചുള്ള സാധനം അതുണ്ടല്ലോ. ഞാനിയോ അങ്ങനെയല്ല, ഞാൻ കഴുകാനായിട്ട് അത് ബാഗുകളേ ഉള്ളു. അതിന്റെ അകത്ത് ഫുള്ള് ഡ്രസ്സും മൊത്തം വലിച്ചു വാരിയിടും. അപ്പൊ കാണും. വലിച്ചു വാരിയിട്ടില്ല. ഇതെന്റെ അമ്മ കണ്ട എന്നെ കൊല്ലും, അമ്മ കണ്ട എന്നെ വെട്ടും. പിന്നെ ഇങ്ങോട്ട് ആരും വരാതെ നമുക്ക് മറ്റേതാണ്. ഇതാണ് പൊട്ടിക്കുള്ളൂ. ഇവിടെ ഷൂട്ട് ചെയ്ത് ലൈറ്റൊക്കെ ഉണ്ട്. ചിലപ്പം ബുദ്ധി ഇല്ലെങ്കിലും ബാക്കിയെല്ലാം ഉണ്ട്. ദൈവം സഹായിച്ചിട്ട് വേഗം ഇടിക്ക് പോവാല. എന്നിട്ട് ഇവളെ അമ്മ പറഞ്ഞു എനിക്ക് കുറേ ഇടയിലും കൊണ്ട് ബാങ്കിൽ പോവാനുണ്ട്, ഡ്രസ്സ് എടുക്കാൻ പോവാണ്ട്, ചെരുപ്പ് എടുക്കാൻ പോവാണ്ട്. ഒന്നും പറയണ്ട, നീ എന്താ കറങ്ങുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ രാവണക്കോട്ട. ഇവിടെയാണ് ഞാൻ മാത്രം താമസിക്കുന്നത്. അപ്പൊ എന്റെ വെട്ടം ഓനുണ്ട് ഗൈസ്, പക്ഷെ ഇവക്ക് ഓനുണ്ട് ഗൈസ്. സത്യം ഞാൻ വെളിപ്പെടുത്താം. ഇപ്പോഴും സിംഗിൾ ആയി കിടക്കും നായികത്ത്. ഡ്രസ് ഇതിലാണ് മൊത്തം സാധനങ്ങൾ. ഇവിടെ സംഭവം ട്രിപ്പില്ലാത്ത സമയത്ത് തണ്ടാൻ പോകും. ഇത് അതല്ല ഗീസ്, ഞാൻ അലക്കാൻ പോണല്ല. ഇതെന്ന് വെച്ചാല്
ഞാൻ കഴുകിയിട്ട തുണികള് പെട്ടെന്ന് മഴ വരുമ്പോ വാരിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് കിട്ടണത് വാരി കെട്ടി വെക്കും. എന്നിട്ട് സമയം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ മടക്കി മടക്കി വെക്കും. പക്ഷെ സമയം കിട്ടാറില്ല സത്യം. അല്ല, സമയം കിട്ടാത്തോണ്ടാണ്. ഓ അല്ലെങ്കിൽ ഞാൻ സെറ്റാക്കും. 3 ദിവസം ഇവിടെ തന്നെ ചായ പൊടി തിന്നൊരു ഉറങ്ങാല് ഇതന്നെ പരിപാടി. എന്തിനാണ് സമയം കിട്ടാത്തത്? പനിയായിരുന്നു ഗൈസ്, വൈറൽ ഫീവർ. ഇവളെ മുഖം കണ്ടാ പറയോ മുഖത്ത് പനിയാന്ന്. എടാ പനി പിടിച്ചാണ് ഞാൻ ഈ കോലത്തിൽ. അല്ലെങ്കിൽ ശുന്നരിയല്ലേ പോയി കഴിഞ്ഞു. സൂപ്പറാടാ. ആ ഈ ബസ് ബാക്കിൽ കൊണ്ടുപോയി കറക്റ്റ് സംഭവം പാളി കൈ. ബാങ്ക് പോയിട്ട് വരുമോ? ബുദ്ധി വളർച്ചയില്ലെങ്കിലും എല്ലാ കളറും ഉണ്ട്. കണ്ടോ? ഭ്രാന്താണാ. ആ ഫോണിന്റെ മുകളിൽ കിട്ടാ എന്നാ സൂപ്പറാവും. എന്റെ മോനെ ഇനിയില്ലാത്ത കളറില്ല. സംഭവം ബുള്ളറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന് ഓവർഫ്ലോ ആയിട്ട് എണ്ണ പോകുന്നുണ്ട്. ടാസ്ക്കാണ് ഇതിൽ എണ്ണ പോകുന്നത്. ആ ഇവർക്ക് അങ്ങനെ ഒരു കൂസയില്ല. ബുള്ളറ്റും പറ്റിയ പ്രശ്നമില്ല. വേണ്ട ഇതൊക്കെ മതി. നമ്മള് ബാങ്കിൽ പോയി. പിന്നീട് ഒരു ഫെഡറൽ ബാങ്കിൽ പോയി, IOB ബാങ്കിൽ പോയി, പിന്നെ സിപ്പപ്പ് മേടിച്ചു. പിന്നെ ഇനിയിപ്പോ ഫുഡ് കഴിക്കല്ലേ? ഇനിയിപ്പോ ചോറ് കഴിക്കണം. ഇപ്പൊ 1:30 2:30 ചോറ് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോകും എൻ്റെ ചേച്ചിയുടെ വീട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും ആറ്റിങ്ങലിലേക്ക് പോകും. എടാ ഇത് കീഴാറ്റിങ്ങൽ. ആറ്റിങ്ങലിന്റെ 3ആയിട്ട് തിരിക്കാം. ഒന്ന് മേലാറ്റിങ്ങൽ, കീഴാറ്റിങ്ങൽ, നടുക്കത്താറ്റിങ്ങൽ. നമ്മള് നടുക്കത്താറ്റിങ്ങലേക്ക് പോകും. ഇത് മൊത്തം തിന്നണം. അപ്പൊ എന്നിട്ട് നമുക്ക് എന്റെ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് വാങ്ങണം. പിന്നെ എന്തൊക്കെയോ വാങ്ങണം. എനിക്ക് പോവാൻ, ഞാൻ നാളെ സ്പിറ്റി പോവാണ്. സ്പിറ്റി പോവാണ് ഗൈസ്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ മേടിക്കണം. തെണ്ടിത്തിരിഞ്ഞ് നടക്കോ പണിക്ക് പോകണ്ട. സ്പ്ലിറ്റി വാലി പോവാണ്. സ്പ്ലിറ്റി വാലി. ഓ ആയിക്കോട്ടെടാ. അങ്ങനെ നമ്മളെ iOS 26 വന്നു. 26 22 സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്തു. എൻ്റെ ചെയ്തു, ഇവളെ ചെയ്തുകൊണ്ട് നോക്കുകയെന്ന്. ഇത് അടിച്ചോ ഇല്ലയോന്ന് കുറച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കാണാം. എൻ്റെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത് കണ്ണനാണ്. അപ്പോൾ എൻ്റെ അടിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ ക്യാമറ ഇവിടെ. ഞാൻ അങ്ങോട്ടൊക്കെ സംസാരിക്കും. അപ്പോൾ ഇത് അടിച്ചു പോയി കഴിഞ്ഞാൽ കണ്ണൻ എനിക്ക് പുതിയ 16 Pro 17 Pro Max 17 Pro Max വാങ്ങിത്തരും. അലക്കായിരുന്നു. കണ്ണൻ്റെ യൂട്യൂബ് വരുമാനത്തിന്റെ ഫസ്റ്റ് എനിക്ക് ഫോണ്. സാമ്പാർ, വറവ്, തൈര്, മീൻപൊരിച്ച്, മീൻകറി ഉണ്ട്. ഓ മീൻകറി ഒന്നും പറയണ്ട. ഈ സാധനം ഉണ്ടെന്ന് പറഞ്ഞേ. ശാക്രാന്തത്തിലൊരു കുറവില്ല. എന്ത് മീനാണോ മീൻ പൊരിച്ച്? പറടാ. ആ മീൻ പൊരിച്ചിട്ട് പേരറിയില്ല, പക്ഷെ നല്ല മീൻ പൊരിച്ചുണ്ട്. ഇത് വേറെ തന്നെ. മീൻ കറിയും കപ്പിയും മീൻ കറിയും. ഓ പുതിയ മീൻ അറി. ഇത് കൊഴിയാള, ഇത് നെത്തോലി. ഇതോ ഇത് വേറെ മീനാ. അയിലല്ല. വിശ്വസിക്കല്ലോ. അതല്ല ഇതില് ഈ കപ്പേന്റെ പേരില് സംഭവം ഇങ്ങനെ കുറച്ച് ചോറും സാമ്പാറും എടുത്ത് കുറച്ച് തൈരുണ്ട്, തൈരും കൂട്ടി ഓക്കെ ആ കിച്ചടിയും കൂട്ടി കുറച്ച് കുഴച്ചിട്ട് ഞാൻ പറഞ്ഞോ ഇത് പുളി എന്താ ഇത് ഇഞ്ചി അച്ചാറ്. പിന്നെ പുളിയിഞ്ചി കൊടുത്തു.
പുളിഞ്ചി. ആ പുളിഞ്ചിക്ക് അച്ചാർ, ഇവർക്ക് വേറെ അച്ചാർ, എനിക്ക് വേറെ അച്ചാർ. അതുകൊണ്ട് മീൻ ശരത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ കൊതിയാവും. ശരത്ത് അധികം വ്ളോഗ് എടുക്കുമ്പോൾ മീൻ പൊരിച്ച് പറയത്. ഈ മീൻ പൊരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ചോറിൻ്റെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് എന്താ അതേവരെ വായി വെക്കാം. കാണാൻ രസമുണ്ട് പ്ലേറ്റ്. ഉന്തിരട്ടെ കഴിഞ്ഞ ദിവസം അല്ലുണ്ടല്ലോ. ഉന്തിയട്ടെ. വേണ്ട. ഞാനിപ്പോൾ ഇത് നമ്മളെ ആര്യച്ചിൻ്റെ വീട്ടിലാണ്, അതായത് അപ്പൂൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. അതായത് ഞാൻ തിരുവനന്തപുരത്ത് എന്തിനു വന്നു വെച്ചാൽ ഈ വീടിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്താ ഈ വീടിൻ്റെ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് നമുക്ക് അപ്പു പറയും. അപ്പോൾ നമ്മളെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് വന്നതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ണൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ എൻ്റെ അച്ഛനെ കളിയാക്കി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ചുമ്മാ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അതിൽ 10-80K എന്താ വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോഴുണ്ട് അതിന്. അപ്പോൾ അതിൽ കുറേ പേര് കുറേ ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. വീടിനെ പറ്റി അറിയാനായിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പാർട്ട് വരുന്നുണ്ട്, അതെന്തായാലും ഉടനെ ഉണ്ടാവും. സംഭവം വീടിൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എങ്ങോട്ടാ നമ്മള് എന്റെ അമ്മമ്മേനെ കാണാൻ പോണം. അമ്മമ്മേനെ കാണാൻ പോകണം, പിന്നെ ആറ്റിക്കൽ പോകണം, പിന്നെ ബാബു സാറിനെ കാണാൻ പോകണം. ബാബു സാറിനെ കാണാൻ പോണം, അതാണ് മെയിൻ ഹൈലൈറ്റ്. ബാബു സാർ അല്ല, അമ്മമ്മേനെ കാണുന്ന മെയിൻ ഹൈലൈറ്റ്. അമ്മമ്മയെ കാണാൻ പോണം, എല്ലാം മെയിൻ ഹൈലൈറ്റ് ആണ്. എന്റെ പുതിയ സാരീന്റെ പുതിയ ബ്ലൗസ് ഇട്ട് വെക്കാം. പാളാണ് ഈശ്വര, തയ്പ്പിച്ച് കൊളാക്കണേ. കാണാം. അങ്ങനെ നമ്മളെ ഡോക്ടർ സാറിനെ കണ്ടു, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. എല്ലിടാ പോവല്ലേ? ഞാൻ പച്ചക്കറിയാ, ഇനിയും പച്ചക്കറി വാങ്ങണം. അപ്പോൾ ബൈ ബൈ ഡോക്ടർ സാർ, ബൈ ബൈ. രാവിലെ ഫോട്ടോ എടുക്കാൻ പോകാനും വിചാരിക്കണ്ടിട്ട് പോവാൻ വേണം. പിന്നെ വരെ കാട കഴിച്ചിട്ടില്ലാത്ത ആളാണിത്. കാട കഴിച്ചിട്ടില്ല നീ വരെ? ചം ചം കുത്തൂറോട്ടാ. അങ്ങനെയുണ്ട്. കുറച്ച് ഉപ്പ് കൂടുതലല്ലോ സത്യം പറ. കുറച്ച് ഉപ്പ് എടുത്ത് തട്ടെ തിന്നാൻ? പക്ഷെ രസമുണ്ട്. കുറച്ച് ലേശം ഉപ്പ് തോന്നല്ലോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൈസ് ഒരു കാട പറഞ്ഞിട്ടുണ്ട്. കാട 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 വരുമോ വരുമോ? യെസ് മോനെ, കാട വന്നു. കാട എങ്ങനെ ഇരിക്കുന്നു പോയിടാ കാട? ഇത് രുചിയില്ല. എന്ത് മനസ്സാണ് നീ? കാട കഴിക്കണം എന്ന് പറഞ്ഞപ്പോ വീട്ടില് ആരോടോ പറഞ്ഞ ഉണ്ണിയോട് ആരോടോ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു അതിലൊന്നുമില്ല, അതൊന്നും അല്ല. എന്റെ മോനെ കാടിറച്ചി സീനം. പക്ഷേ ബാക്കി പക്ഷേ എനിക്ക് കഴിക്കണം ആഗ്രഹം. ഇതേപോലെ ക്യാമറ മാറ്റി ഞാൻ തന്നെ ചീത്ത പറഞ്ഞേ. പക്ഷെ ഞാൻ ഇടയ്ക്ക് ക്യാമറ മാറ്റും ഗൈസ്, അറിയാം. കാട കഴിക്കുന്നിട നമുക്കെടുക്കാം. യെസ് പൊട്ടിക്കങ്ങോട്ട്. തവളക്കാട്. തവളയില്ല, കട. തവള എങ്ങനെയാ? ഇതെന്താ തവളയാടാ? ആനത്തവളയാ? ശരിയാ, പക്ഷെ കഴിക്കാം. വേണം ഉപദ്രവിക്ക് ചത്താണിത്. ഇതൊന്ന് റബ്ബറും കൊണ്ടുണ്ടാക്കി. ഓ സീൻസാണ്. ഞാൻ ഞാൻ കാട ഭയങ്കര ഇഷ്ടമാണ്. കാട ഇഷ്ടമാണ്. അടിയോ അടി. ചിക്കൻ കടിച്ചു കഴിക്കാറില്ല, ഭയങ്കര പേടിയാ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നി കടിക്കണം, പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ട. ഒരു സമയത്ത് ഞാൻ എനിക്ക് പേരക്ക അടിച്ചില്ലേ? പേരക്ക അടിച്ചില്ല, ഞാൻ കടിച്ചതിന് തൊലി കടിച്ചിട്ട് കഷ്ടം കടിച്ചു തരും. എന്നെ കൊണ്ട് അതിനൊന്നും ഉള്ള കഴിവില്ല. അപ്പോൾ
വല്ലാതെ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ഇങ്ങനെ കഴിക്കണത്. എനിക്ക് കടിച്ച് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പാവം കുട്ടിയെ ബുക്കില്ലാതെ. ഞാനിങ്ങനെ എടുത്തേ കഴിക്കാറുള്ളൂ. ഇത് മൊത്തം ഞാൻ കഴിക്കണം ഇവിടെ പറയുന്നു. ഇല്ല, ഞാൻ എടുത്ത് കഴിക്കും, അല്ലെങ്കിൽ നീ എടുത്ത് തരും, ഞാൻ തിന്നും. കണ്ടോ ഗായ്സ്, ഇതാണ് അടിച്ചു കിട്ടിയത്, അടിച്ചു കൊടുത്തത്. ഇതാണ് എന്റെ പുതിയ ചുരിദാർ. സാരി ഉണ്ട്, സാരി ഉണ്ട്, നമ്മള് നാളെ കാണിച്ചേക്കാം. ഇന്നിപ്പോ സാരി കൊടുക്കാൻ സമയമില്ല. അപ്പൊ പിന്നെ എങ്ങനെയുണ്ട് ഗൈസ്? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കുറങ്ങണം, നല്ല ക്ഷീണം. പിന്നെ എങ്ങനെയുണ്ട് പറഞ്ഞോ, എങ്ങനെയുണ്ട് ഗായ്സ്? നിങ്ങളെ പറഞ്ഞ കുറക്കുന്നത് എങ്ങനെയുണ്ട് ഗൈസ് എന്റെ പുതിയ ചുരിദാർ? കമന്റ് ചെയ്താൽ മതി, പഠിക്കണ്ട. എല്ലാരും മോശം പറയണം, നല്ല പറയാം എല്ലാരും. ചിലപ്പോ ഞാന് കഷ്ടപ്പെട്ട് കൊണ്ടുകൊടുത്ത് പെട്ടെന്ന് തയ്പ്പിച്ച് മേടിച്ച് കൊണ്ടുവന്ന ചുരിദാറാണ്. അപ്പം അതിന്റെ ഇടയിലുള്ള ആ ജോലിക്കാരുടെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം. എന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാർക്ക് അത് മോശപ്പേരാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടു ബംഗാളിൽ നിന്ന് വന്ന് പണിയെടുക്കണതാണ് ഇതൊക്കെ. ബംഗാളിയെ കൊണ്ട് പഠിപ്പിച്ച് ജീവിച്ചു വെറുതെ കേരളത്തിനകത്ത്. അപ്പൊ ഇന്നത്തെ ദിവസത്തെ എല്ലാ കലാപരിപാടികളും അവസാനിപ്പിച്ചു. ഞം ഞം കഴിച്ചു, നല്ലതായിരുന്നു. പിന്നെ നമ്മള് പോക്കായി. അപ്പം അടുത്ത വീഡിയോ വരുന്നവരേക്കും. അതുപോലെ കണ്ണന്റെ വ്ലോഗിൽ ഇനി എനിക്ക് വരാൻ പറ്റില്ല. അടുത്ത് വരാൻ പറ്റുമല്ലോ, വരാൻ പറ്റുള്ളൂ. നീ വരുന്നില്ല അല്ലേ? ശരി, ഞാൻ പറഞ്ഞു. അടുത്ത ട്രിപ്പിന് ഇവളില്ലാട്ടോ, ക്യാൻസൽ. അങ്ങനെ ഡെയിലി വ്ലോഗിന് ഞാൻ കണ്ണൂരില്ല, ഞാൻ ഡെയിലി തിരുവനന്തപുരത്ത് കയറടാ ഇനി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഡെയിലി വ്ലോഗിന് ഞാൻ ഉണ്ടാകില്ല ഗൈസ്. ബാക്കിയുള്ള വ്ലോഗിനൊക്കെ ഇവൻ എവിടെ പോയാലും ഞാൻ ഉണ്ടാവും. ശരി, അപ്പൊ പിന്നെ ബൈ ബൈ. അപ്പൊ എല്ലാരും എന്താ സബ്സ്ക്രൈബ് ചെയ്യാ, അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കുക. കണ്ണനെ സപ്പോർട്ട് ചെയ്യാ, എന്റെ ചാനൽ പിന്നെ സപ്പോർട്ട് ചെയ്യണം. ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ ശരി ഗൈസ്, പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും എല്ലാരും കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എപ്പോഴും കൂടെ ഉണ്ടാവുക. ഓക്കെ, ബൈ ബൈ.